പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞത് നമ്മൾ പള്ളിക്കകത്ത്, പള്ളിയുടെ കോമ്പൗണ്ട്, ആ മതിൽ മുതൽ ആ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം ദൈവത്തിൻ്റേതാണ്, നമ്മുടേതല്ല. ദൈവത്തിന് സ്ഥിരമായിട്ട് സമർപ്പിച്ചു. കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മറ്റുള്ളവരുടെ അനുകരണത്തിന് വേണ്ടി നമ്മൾ ഈ സ്ഥലം മാറ്റി വയ്ക്കുന്നതെന്ന് ദൈവത്തോട് പറയാൻ പറ്റത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. അത് വലിയ തെറ്റ് തന്നെയാണ്. ശിക്ഷ ഏറ്റുവാങ്ങുന്ന സ്ഥലം തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ ആ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ അതിന് ഒരുങ്ങി തന്നെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പിന്നെ അതിനെപ്പറ്റി എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നയിക്കേണ്ടുന്നൊരു കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും എന്ന് പിന്നെ എന്ത് ചെയ്യും? വാദത്തിന് ചികിത്സയായിട്ട് ഒന്നും ചെയ്യാനില്ല. കുറുന്തോട്ടിക്ക് വാദം പിടിക്കാൻ പാടില്ല. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്ഥിരമായി നമ്മൾ ദൈവത്തിൻ്റെ സ്ഥലത്ത്, ദൈവത്തിന് കൊടുത്ത സ്ഥലത്ത് മറ്റൊന്നിനെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഞാൻ ഈ 2 അധ്യായങ്ങളും, പുറപ്പാട് 32 സംഖ്യ പുസ്തകത്തിലെ ഈ 25-ാം അധ്യായവും നല്ലതുപോലെ ഒന്ന് വായിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉതപ്പ് കൊടുക്കുന്നവർക്ക് മർക്കോസ് 9:42 പറഞ്ഞിരിക്കുന്ന വാക്യവും കൂടെ നമ്മൾ ഒന്ന് മനസ്സിലിരുത്തി വായിച്ച് ഒന്ന് ധ്യാനിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യുന്നതിന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിനെ ഉപസംഹരിക്കാം. വീഡിയോയിൽ കൂടി പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയത്തിൽ ഇത് വിശദീകരിക്കാൻ പറ്റത്തില്ല, മണിക്കൂറുകളൊക്കെ എടുക്കേണ്ടി വരും വേദപുസ്തകത്തിൽ നിന്ന് മൊത്തത്തിൽ ഇതൊക്കെ എടുത്ത് പറയുമ്പോൾ. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യട്ടെ. നമുക്കതിനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിന് നമ്മളെ നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെയും എല്ലാത്തിനെയും നമ്മൾ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഹല്ലേലൂയ, 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 ആമീൻ.